വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്ന് മാർക്കറ്റ് സാമാന്യം നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൈന്യൂട്ട് അനാലിസിസും ഇന്നത്തെ എന്താ പറയുക അപ്സൈഡ് പോയ സ്റ്റോക്സും ഡൗൺ സൈഡ് വന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. സോ നിഫ്റ്റി സ്ട്രക്ചറലി മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് റീടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് കൂടുതൽ ഡൗൺ സൈഡ് തരാതെ സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് നമുക്കിവിടെ ഒരു ഓവറോൾ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ 50 മിനിറ്റ്സ് നോക്കാം. 50 മിനിറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം മാർക്കറ്റിലേക്ക് വരുന്നതായിട്ട്, അതായത് ഒരു ഡൗൺ സൈഡ് തന്നു ആൻഡ് സ്ട്രക്ചറലി മാർക്കറ്റ് ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മുടെ ഇന്നത്തെ ഒരു ട്രേഡ് ഉണ്ട്. അപ്പോൾ ട്രേഡ് വന്നത് ഒരു 25,475 റേഞ്ചിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് എത്തിയ ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത്. കണ്ടില്ലേ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് തന്നു ആൻഡ് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയ്ക്ക് താഴെ വന്നു. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം പോയി ശേഷം റീടെസ്റ്റ് ക്യാൻഡിൽ തന്നപ്പോഴാണ് 5 മിനിറ്റിൽ നമ്മളിവിടെ എൻട്രി എടുത്തത് ആൻഡ് ഈ ഒരു ഹൈ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് മാർക്കറ്റ് ഇന്ന് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സോ മോസ്റ്റ്ലി ഇന്നൊരു 181 പോയിന്റ്സിൻ്റെ അപ്സൈഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ചെറിയൊരു ട്രേഡായിരുന്നു, ചെറിയ ലോജിക്കായിരുന്നു, ബട്ട് മാർക്കറ്റിൽ അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്, ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. സോ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും സിമിലർ ആയിട്ട് മാർക്കറ്റ് ഒരു സപ്ലൈ സോണിലേക്കുള്ള ഒരു റീട്രേസ്മെൻ്റ് ആണ് നടക്കുന്നത്. മാർക്കറ്റ് നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാൾ, സോ നാളത്തെ മിക്കവാറും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ സപ്ലൈ സോണിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. സോ സപ്ലൈ സോണിൽ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് രണ്ട് രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സപ്ലൈ സോണിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുക? മേ ബി മാർക്കറ്റ് ഒരു എന്താ പറയുക ഗ്യാപ്പ് അപ്പ് തന്ന് അപ്സൈഡ് പോയി ഡൗൺ സൈഡ് വന്ന് ഒരു കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മേ ബി ഡൗൺ സൈഡ് വന്ന ശേഷം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയ ശേഷം താഴോട്ടും വരാൻ പോസിബിലിറ്റി ഉണ്ട്. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ അതുകൊണ്ടാണ് നിഫ്റ്റിയിലും ബേസിക്കലി നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കുന്നത്. മാർക്കറ്റിൽ നമ്മളെ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടാവും, ബട്ട് മാർക്കറ്റിലെ ഡിസിഷൻസ് എല്ലാം നമ്മൾ എടുക്കുന്നത് ലൈവ് മാർക്കറ്റിൽ ആ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ ഒരേ രീതിയിൽ പോകുമെന്ന് പറയാൻ കഴിയത്തില്ല. ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലേ. സോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്തായാലും സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ. ശേഷം നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ ഇൻഡിഗോ, BEL, M&M, അദാനി പോർട്സ് ആൻഡ് HCL ടെക് തുടങ്ങിയ സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ BEL എന്നൊക്കെ പറയുന്ന സ്റ്റോക്സ് നമുക്കറിയാം. അപ്പം ഡിഫൻസ് സ്റ്റോക്കുകൾ ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ടെൻഷൻ്റെ സാധ്യതയിൽ ഡിഫൻസ് സ്റ്റോക്കുകളിൽ കുറച്ചും കൂടെ പെർഫോമൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു എന്താ പറയുക ബ്രോഡർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ 395 to 400 റേഞ്ചാണ് ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് ആക്ട് ചെയ്യുന്നത് ആൻഡ് മാർക്കറ്റ് ആ ഒരു സോണിൽ നിന്നും വളരെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കിയേക്കേ, ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നും മാർക്കറ്റ് നല്ല രീതിയിൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് ആൻഡ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 430 റേഞ്ചിലാണ്. സോ ഈ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നോക്കുന്നത്. സോ വരുന്ന ആഴ്ചകളിൽ BEL എല്ലാവരും വാച്ച് ലിസ്റ്റ് ഇടുക ആൻഡ് പെൻഡിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഒരു 7 to 10% മൂവ്മെൻറ്റ് പെൻഡിങ് ആണെന്നാണ് എനിക്കൊരു സ്ട്രക്ചർ കണ്ടിട്ട് തോന്നുന്നത്. സോ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ട് BEL ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, സോ ടോപ്പ് ലൂസേഴ്സിൽ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർ, ONGC, TMPB ആൻഡ് അപ്പോളോ ഹോസ്പിറ്റലാണ്. ഈ ബജാജ് ഫിനാൻസ് എന്നൊക്കെ പറയുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട റിസൾട്ടുകളാണ്, എന്നിട്ട് ബജാജ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകൾ ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് കാരണങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമുക്ക് നാളത്തെ മാർക്കറ്റ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കും അപ്സൈഡ് പോകാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബജാജ് ഫിനാൻസ്. സോ ഈ റെസിസ്റ്റൻസ് എടുക്കുന്ന മേഖല 1100, അതായത് 1100 റേഞ്ച് റെസിസ്റ്റൻസ് എടുക്കുന്നു ആൻഡ് മാർക്കറ്റിൽ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ് അല്ലേ. അപ്പോൾ 960 to 950 റേഞ്ച് ഒരു ബജാജ് ഫിനാൻസിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, മാർക്കറ്റ് റിട്രേസ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എവിടെയാണ് കറക്റ്റ് വീക്ക്നെസ് വരുന്നതെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഇതാ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ നമുക്ക് വീക്ക്നെസ് ആണെന്ന് പറയാം. മറിച്ച് മാർക്കറ്റ് അല്ലാത്ത പക്ഷം ഓക്കെ ആണ്. സോ ഇപ്പോൾ ഇതൊരു മേ ബി ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ആയിരിക്കാം. വീക്ക് ഹാൻഡ്സിനെ എല്ലാം ഡൗൺ സൈഡ് മൂവ്മെൻറ്റിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഫണ്ട് ചെയ്ത് മാർക്കറ്റ് മേ ബി ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ചു കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബജാജ് ഫിനാൻസ് എന്തായാലും ഞാനൊരു പ്രോബബിൾ ട്രേഡിനായിട്ട് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വച്ചേക്കുകയാണ്. ഓക്കെ, സോ വേറെ ഏതാ സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പോ ഗ്ലോബലാണ്. അപ്പോൾ ടെമ്പോ ഗ്ലോബൽ എന്തായാലും 850 റേഞ്ചിലായിരിക്കും ഇനി അടുത്തിനി പോസിബിലിറ്റി ഞാൻ ട്രേഡ് നോക്കുന്നത്. ഓക്കെ, ശേഷം LTIM ഈ ഒരു സോണിൽ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ്
എന്താ പറയുക ഒരു റേറ്റ് സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് കാണാം. ഓക്കെ, ശേഷം മിന്ത കോർപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, മിന്ത കോർപ്പ് വളരെ സ്ട്രെങ്ത് കാണിക്കുകയാണ്. അപ്പോൾ 614 റേഞ്ചിലേക്കായിരിക്കും, അതായത് ഇപ്പം നിലവിലെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 597 രൂപയാണ്. ബട്ട് ആ ഒരു ഹൈയിലേക്ക്, ഈ ഒരു ഹൈയിലേക്ക് ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 614 എന്നുള്ള ഏരിയ, ആ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ഒരു 614 റേഞ്ച് അല്ലെങ്കിൽ ഈ സോൺ ഒന്ന് കടന്നു കിട്ടിയാൽ മാർക്കറ്റ് വീണ്ടും ഒരു അപ്സൈഡ് മൊമെന്റത്തിലേക്ക് എത്തും. ഞാൻ അതാണ് സോൺ വരച്ചിട്ടിരുന്നത്. കാര്യം കുറച്ചധികം കാലമായി ആ ഏരിയ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റിൽ നല്ല സെല്ലിംഗ് പ്രഷർ നേരിടുകയാണ്. സോ എന്തായാലും ഈ ഒരു സോൺ 625 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയില്ലേ നാളത്തെ പെർഫോമൻസിൽ മിന്ത കോർപ്പിൽ അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സ്, നമ്മൾ കുറച്ച് സ്റ്റോക്സ് മാത്രമേ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനായിട്ട് വിട്ടിട്ടുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്സ് നമുക്ക് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു സ്റ്റോക്സ് പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്തി എന്താ പറയുക ട്രേഡ് ലോജിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ പ്രീ മാർക്കറ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു.